ഹായ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്താണെന്നും അതിൻ്റെ പ്രധാന ചില സവിശേഷതകളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ഗവൺമെൻറ് സർവീസിലേക്കുള്ള നിയമനത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC പുറപ്പെടുവിച്ച വിജ്ഞാപനം നിങ്ങൾ കണ്ടിട്ടില്ലേ? വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയാണ് PSC. തുടർന്ന് മത്സര പരീക്ഷയുടെയോ അഭിമുഖത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഏറ്റവും യോഗ്യമായവരെ തെരഞ്ഞെടുത്ത് വിവിധ ഗവൺമെൻറ് ഓഫീസുകളിൽ നിയമിക്കുന്നു. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാം ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഇനി ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ വർഗീകരണം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 3 തരത്തിലാണ് ഇന്ത്യൻ സിവിൽ സർവീസ് തരംതിരിച്ചിട്ടുള്ളത്. അഖിലേന്ത്യാ സർവീസ് അഥവാ ആൾ ഇന്ത്യ സിവിൽ സർവീസ്, കേന്ദ്ര സർവീസ് അഥവാ സെൻട്രൽ സർവീസ്, സംസ്ഥാന സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസ് എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിലേക്ക് അഖിലേന്ത്യാ സർവീസിൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണമായിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ IAS ആയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസ് അല്ലെങ്കിൽ IPS ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിൻ്റെ സവിശേഷതകൾ എന്നത് 1. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണത്. 2. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്നിവ. ഇനി അടുത്തതാണ് സംസ്ഥാന സർവീസ്. അതിൻ്റെ സവിശേഷതകളാണ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ് സംസ്ഥാന തല സർവീസ്. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് ഓഫീസർ. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് അഥവാ UPSC ആണ്. കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്കുണ്ട്. ഇനി എങ്ങനെയാണ് കലക്ടറെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കലക്ടർ. IAS കേഡറ്റിലുള്ളവരെയാണ് കലക്ടറായി നിയമിക്കുക. ഇതിനായി UPSC നടത്തുന്ന മത്സര പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും വിഷയത്തിലുള്ള സർവകലാശാല ബിരുദമാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. മത്സര പരീക്ഷയുടെയും അഭിമുഖത്തിലൂടെയും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽപ്പെടുത്തി പരിശീലനം നൽകുന്നു. ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയായ IPS കേഡറിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതും ഇതേ പരീക്ഷയിലൂടെയാണ്. ഈ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് അഥവാ PSC ആണ്. ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതിനാൽ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാം. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായ ശ്രേണീപരമായ സംഘാടനം ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കാനും വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാണ് ഭരണ നവീകരണം. ഏതാണ് ഭരണ നവീകരണം? ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവയാണ് ഭരണ നവീകരണം എന്ന് അറിയപ്പെടുന്നത്. ഭരണ നവീകരണം എന്നാൽ ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും
ഗവൺമെന്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവയാണ് ഭരണ നവീകരണം എന്നറിയപ്പെടുന്നത്. ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണ പരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. ഇനി ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൽ ഒന്നാണ് ഗവേണൻസ്. അതിനെക്കുറിച്ച് APJ അബ്ദുൽ കലാം എന്താണ് പറഞ്ഞിട്ടുള്ളത്? സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ. എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്നാണ് ഗവേണൻസിനെ കുറിച്ച് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഗവേണൻസ്. ഇത് ഗവൺമെന്റ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക പരീക്ഷ, വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഗവേണൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഗവേണൻസിന് ഉദാഹരണങ്ങൾ? ഏകജാലക അപേക്ഷ, വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ എന്നിവ. ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടെന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് അക്ഷയ കേന്ദ്രം എന്താണെന്ന് പരിചയപ്പെടാം. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യമാണ്. ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. ഇനി നമുക്ക് ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പരിശോധിക്കാം. 1. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. 2. സേവനത്തിനായി സർക്കാർ ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ടതില്ല. 3. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. 4. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഇവയൊക്കെയാണ് ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്കുള്ള നേട്ടങ്ങൾ. ഇന്ന് ഗവൺമെന്റ് ഓഫീസുകളിൽ സൗകര്യങ്ങൾ ലഭ്യമാണ്. കേരളത്തിൽ ഇതെല്ലാവർക്കും പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു. സാക്ഷരത വ്യാപകമാകുന്നതോടെ ഗവേണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ നിന്നുതന്നെ എല്ലാവർക്കും നേടാം. ഇനി നമ്മൾ പാഠത്തിന്റെ ഫസ്റ്റ് ഒരു വിവരാവകാശ ചോദ്യം കൊടുത്തത് കണ്ടിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നമുക്ക് ഇതുപോലെ ചോദിച്ചറിയാം. ഇതിനുള്ള അവസരം ഒരുക്കിയത് 2005 വിവരാവകാശ നിയമപ്രകാരമാണ്. ഇതുമൂലം നമ്മൾ നൽകിയ ചോദ്യത്തിനുള്ള ഉത്തരം അവർ നൽകാൻ പ്രാപ്തരാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. അതുവരേക്കും ബൈ.